ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് മന്ദാകിനി സിനിമ കാണാൻ പോയാണ്. അപ്പം അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണതേക്കാൻ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. ഒന്നുമില്ല പൊന്നൊന്നും മാറി അമ്പിളി. ഞാൻ നേരത്തെ അപ്പൊ ഇറങ്ങി വരുന്നതാണ് നമ്മളെ കുട്ടി നടി. അവരെ നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടില്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. നല്ല ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അവളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നമ്മളെ കുട്ടി നടി ഇത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഷോട്ടിൽ അഭിനയിച്ച ആ കുഞ്ഞുവാവ. അത് വേറെ ആരല്ല, എൻ്റെ അനിയത്തിയാണ്. അത് വേറെ കാര്യം. അവൾക്ക് നാണമൊക്കെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മന്ദാകിനി 7 മണിയുടെ ഷോ ആയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ നനഞ്ഞ് ചീഞ്ഞ് കണ്ണൊക്കെ എഴുതിട്ട് പോയി. ഇത് കണ്ട, ഞാൻ നനഞ്ഞു കുളിച്ചാണ് വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ നമുക്കിനി അൺറെഡി വിത്ത് മീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സിനിമയുടെ റിവ്യൂ പറയാം. സിനിമ വരെയാണെങ്കിൽ ഒരു ഓക്കെ പടം എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർക്ക്, എൻ്റെ ഏജ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം കോമഡി ഉണ്ട്, ഫാമിലി പടമാണ്, നല്ല ഇരുന്ന് ചിരിക്കാൻ പറ്റിയ പടമാണ്. പക്ഷെ അത് ഒരു ഏജ് ആയവർക്കാണ് ഇഷ്ടമായി. എൻ്റെ അമ്മച്ചിനോട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. കാരണം അതൊരു ഏജ് കമ്പയർ, നമുക്ക് നമ്മൾ ഈ രോമാഞ്ചവും ഇതൊക്കെ കണ്ട് വരുന്ന ഒരു ആ കോൺസെപ്റ്റ് ഒന്നല്ല. ഒരു ഫാമിലി എൻ്റർടൈനിങ് പടമാണ് സിനിമ. കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നതാണ്. പിന്നെ എനിക്ക് കുറേ നേരം ചിലർ റിവ്യൂ വായിച്ചപ്പോൾ കുറേ നേരം തിയേറ്ററിൽ ഇരുന്ന പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ കുറേ നേരം തിയേറ്ററിൽ ഇരുന്ന ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല പടമായിരുന്നു. എന്തായാലും പോയി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പം നമുക്കിനി സെലിബ്രേഷനിലേക്ക് പോകാം. അപ്പം ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ അവൾക്ക് ഇന്നൊരു ചെറിയ കുട്ടി സെലിബ്രേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവളൊരു നടിയായില്ലേ. അപ്പോൾ അവൾ ഇപ്പോഴും നനംകുണുങ്ങിയായിട്ട് നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ബാബു പുത്തനങ്ങാടി സാറും വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി അവൾക്കൊരു ചെറിയ കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണണം, സിനിമ വിജയിപ്പിക്കണം. നല്ല സിനിമയാണ്, കണ്ടിരിക്കാവുന്നതാണ്. വീട്ടുകാരായിട്ട് മസ്റ്റായിട്ട് പോകാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഫാമിലി എൻ്റർടൈനിങ് ആണ്. അല്ലാതെ വേറെ അങ്ങനെ ഫൈറ്റ് സ്റ്റണ്ട് അങ്ങനത്തെ അത്ര ഒന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.